നമസ്കാരം. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും അമേരിക്കയുമായി ഒരു കരാറിന് തയ്യാറാണ് എന്ന് ഇറാൻ നിർദ്ദേശിച്ചതായാണ് പുതിയ വിവരം. ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ച പിന്നീടാകാമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് ഇത്തരമൊരു നിർദ്ദേശം ഇറാൻ കൈമാറിയതെന്ന് US വൃത്തങ്ങളെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ആണവ വിഷയത്തിൽ എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന കാര്യത്തിൽ ഇറാനിയൻ നേതൃത്വത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രശ്നം വേഗത്തിൽ പരിഹരിക്കുന്നതിനുള്ള നീക്കമായിട്ടാണ് ഇറാൻ പുതിയ നീക്കത്തെ കാണുന്നത്. ഇറാൻ ഹോർമൂസ് കടലിടുക്കിനെ വീണ്ടും തുറക്കാൻ തയ്യാറാണ് എന്നറിയിച്ച് മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം സാധാരണ ഒരു സമാധാന നീക്കം എന്നതിലുപരി വലിയൊരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നതാണ് ഇതിന്റെ യഥാർത്ഥ പശ്ചാത്തലം. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ നേരിടുന്ന സൈനിക സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിൽ ഡീൽ മുന്നോട്ട് വെക്കുന്നത് ഒരു ദൗർബല്യത്തിന്റെ സൂചനയല്ല, മറിച്ച് സ്വന്തം പ്രധാന ശക്തിയെ ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണത്തെ ചർച്ച ആയുധമാക്കി ഉപയോഗിക്കുന്ന നീക്കമാണ്. എന്നാൽ ഇറാന് മേലുള്ള ഉപരോധം പിൻവലിക്കുന്നത് ഭാവി ചർച്ചകളിൽ സ്വാധീനം കുറയ്ക്കുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കുക എന്നത് പ്രധാനമാണെന്നും US കരുതുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ഇറാനുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ട്രംപ് തിങ്കളാഴ്ച ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും വിദേശനയ ടീമിലെ അംഗങ്ങളുമായും ചർച്ച നടത്തുമെന്നാണ് വിവരം. ഹോർമൂസ് തുറക്കുക വഴി ആദ്യം ഉപരോധം നീക്കുക, ഒപ്പം വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടുകയോ അല്ലെങ്കിൽ ഇരു കക്ഷികളും യുദ്ധത്തിൽ നിന്ന് സ്ഥിരം വിടുതലിന് സമ്മതിക്കുകയോ ചെയ്യും. കടലിടുക്ക് തുറന്നതിന് ശേഷവും ഉപരോധം പിൻവലിച്ചതിന് ശേഷവും മാത്രമായിരിക്കും ആണവ ചർച്ചകൾ ആരംഭിക്കുക. എന്നാൽ ഈ നിർദ്ദേശം US പരിഗണിക്കുമോ എന്നത് വ്യക്തമല്ല. നയതന്ത്ര ചർച്ചകളിലെ സ്തംഭനാവസ്ഥയും അടുത്ത ഘട്ടത്തിൽ എടുക്കേണ്ട നടപടികളും ട്രംപിന്റെ സംഘം ചർച്ച ചെയ്യുമെന്ന് ഒരു US ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇറാനിയൻ എണ്ണ കയറ്റുമതിയെ തടയുന്ന നാവിക ഉപരോധം തുടരാൻ താൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് സൂചിപ്പിച്ചിട്ടുമുണ്ട്. തങ്ങളുടെ എണ്ണ കയറ്റി അയക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇറാൻ വഴങ്ങുമെന്നും ട്രംപ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി മണിക്കൂറുകളുടെ ഇടവേളയിൽ 2 തവണ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിരുന്നു. ശനിയാഴ്ച US പ്രതിനിധികൾ ചർച്ചയ്ക്കെത്തും മുൻപേ പാകിസ്ഥാനിൽ നിന്ന് ഒമാനിലേക്ക് പോയ ഞായറാഴ്ച വീണ്ടും ഇസ്ലാമാബാദിലെത്തി. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ പ്രാഥമിക രൂപരേഖയുടെ കാര്യത്തിലുള്ള ഇറാന്റെ നിലപാട് അദ്ദേഹം അവരെ അറിയിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രി അരാക്ചിയും സംഘവും ഇസ്ലാമാബാദിലെത്തി പാക് സേനാ മേധാവി അസിം മുനീർ, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരുമായി പിന്നെയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അരാക്ചിയുമായുള്ള സമാധാന ചർച്ചകൾക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യകാര്യ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ എന്നിവർ ശനിയാഴ്ച ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നത്. എന്നാൽ അരാക്ചി അതിനു മുൻപേ ഒമാനിലേക്ക് പോയി. പിന്നാലെ US പ്രതിനിധി സംഘത്തിന്റെ യാത്ര ട്രംപ് റദ്ദാക്കുകയായിരുന്നു. തിങ്കളാഴ്ച അരാക്ചി മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുകയും ചെയ്യും. US മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിൽ ഇറാനിയൻ നേതൃത്വത്തിൽ സമവായമായിട്ടില്ല എന്ന് പാകിസ്ഥാൻ, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞരെ അബ്ബാസ് അരാക്ചി അറിയിച്ചതായും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധത്തിന് പിന്നാലെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇറാൻ ഹോർമൂസ് അടച്ചത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ നടത്തി. ലോകത്തിലെ ഏകദേശം 20% എണ്ണ വിതരണം ഈ വഴിയിലൂടെ നടക്കുന്നതിനാൽ കടലിടുക്ക് അടച്ചതോടെ ആഗോള ഇന്ധന വിപണിയിൽ വലിയ പ്രതിസന്ധിയുണ്ടായി. ഇതോടെ സൈനിക ശക്തിയേക്കാൾ വലിയ സമ്മർദ്ദ ആയുധം ഇറാൻ കണ്ടെത്തിയതായാണ് വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഡീൽ വളരെ കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലാണ്. പ്രധാന വിവാദ വിഷയമായ ആണവ പദ്ധതിയെ താൽക്കാലികമായി ഒഴിവാക്കി ലോകത്തിന് ഏറ്റവും അടിയന്തരമായ ആവശ്യമായ കടലിടുക്ക് തുറക്കൽ മുൻനിർത്തുകയാണ് ഇറാൻ. ഇതിലൂടെ അന്താരാഷ്ട്ര സമ്മർദ്ദം അമേരിക്കയ്ക്കെതിരെ തിരിക്കാൻ കഴിയുമെന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. അതേസമയം ഗൾഫ് രാജ്യങ്ങൾ ഈ നീക്കത്തെ ആശങ്കയോടെയാണ് കാണുന്നത്. ഹോർമൂസ് വീണ്ടും തുറക്കാനുള്ള ഏതൊരു കരാറും ഇറാന്റെ നിയന്ത്രണത്തെ നിയമവിധേയമാക്കുമോ എന്ന ഭയമാണ് അവർക്കുള്ളത്. അതായത് ഈ ഡീൽ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഇറാൻ ഭാവിയിലും ലോകത്തെ എണ്ണ രാഷ്ട്രീയത്തിലൂടെ സമ്മർദ്ദത്തിലാക്കാനുള്ള സ്ഥിരമായ അധികാരം നേടും. ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. യുദ്ധത്തിൽ നഷ്ടങ്ങൾ നേരിടുന്ന ഇറാൻ ഹോർമൂസിനെ ഒരു ഗോൾഡൻ കാർഡായി ഉപയോഗിച്ച് അന്താരാഷ്ട്ര തലത്തിൽ സ്വന്തം സ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സമാധാന ശ്രമം പോലെ തോന്നുന്ന ഈ നീക്കം വാസ്തവത്തിൽ ശക്തിയുടെ പുനർവിന്യാസമാണ്.